ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. ശ്ലോകം 1. അർജുനൻ പറഞ്ഞു: ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തൽക്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവാം. അല്ലയോ കൃഷ്ണ, ജ്ഞാനം കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അങ്ങ് ഘോരമായ കർമ്മത്തിലേക്ക് എന്തിനാണ് എന്നെ നിയോഗിക്കുന്നത്? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസൈവ മേ തദേകം മതനിശ്ചിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. കൂടി കുഴഞ്ഞ പോലെ ഇരിക്കുന്ന വാക്കുകളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ ഏതൊരു നന്മയെ നേടണമോ അതിനെ മാത്രം അങ്ങ് നിശ്ചയിച്ചു പറഞ്ഞാലും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു: ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുന, ഈ ലോകത്തിൽ 2 വിധം നിഷ്ഠകളുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജ്ഞാനയോഗം ജ്ഞാനികൾക്കും കർമ്മയോഗം കർമ്മികൾക്കും ഉള്ളതാണ്. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നജ സൈന്യ സനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മങ്ങൾ തുടരാതെ ഇരുന്നാൽ പുരുഷന് കർമ്മശൂന്യത അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകുകയില്ല. അവൻ കർമ്മങ്ങളെയെല്ലാം ത്യജിക്കുന്നത് കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുകയുമില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ഏതൊരാളും ഏതൊരവസ്ഥയിലും ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാത്തവനായി ഇരിക്കുന്നില്ല. സർവരും പ്രകൃതിസിദ്ധമായ ഗുണങ്ങൾക്ക് അധീനരായി കർമ്മം ചെയ്യുവാൻ നിർബന്ധരാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ യാ അസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ഏതൊരു മൂഢാത്മാവ് കൈ, കാൽ മുതലായ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തി വിഷയങ്ങളെപ്പറ്റി സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ ആചാരം കപടമായിട്ടുള്ളതാണ്. യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗമസക്തഃ സ വിശിഷ്യതേ. അർജുന, ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കിയിട്ട് ഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരംഭിക്കുന്നവൻ വിശിഷ്ടനാണ്. നിയതം കുരു കർമ്മത്വം കർമ്മജ്ഞായോ ഹ്യകർമ്മണഃ ശരീരയാത്രാ ഭജതേ ന പ്രസിദ്ധേത കർമ്മണഃ. നീ നിത്യകർമ്മങ്ങളെയെല്ലാം അനുഷ്ഠിക്കുക. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് ഉത്തമം. കർമ്മം ചെയ്യാതിരുന്നാൽ ജീവിത നിർവഹണം കൂടിയും നിനക്ക് സാധ്യമല്ല. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ യദ് തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചരാം. അർജുന, ഈശ്വരാരാധനമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഒഴികെ മറ്റുള്ളതെല്ലാം ഈ ലോകത്തിന് ബന്ധനമായിട്ടുള്ളതാണ്. ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്താലും. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ടാം പുരോവാച പ്രജാപതിഃ അനേന പ്രസവിശുദ്ധാമേഷവോ അസ്തിഷ്ഠ കാമധു. പ്രജാപതി പണ്ട് യജ്ഞാധികാരികളായ പ്രജകളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു: ഈ യജ്ഞത്താൽ അല്ലെങ്കിൽ ഈശ്വരാരാധനയാൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെട്ടുകൊള്ളുക. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിപ്പിച്ചു തരും. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സിതം. നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുക. ദേവന്മാർ നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം സന്തുഷ്ടി നൽകിക്കൊണ്ട് ഉത്കൃഷ്ടമായ ശ്രേയസ് അനുഭവിച്ചു കൊള്ളുക. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാൻ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സേനയേവ സഹ. യജ്ഞത്താൽ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങൾക്ക് സുഖാനുഭവങ്ങൾ നൽകുന്നു. അവർ തരുന്നവയെ അവർക്ക് കൊടുക്കാതെ അനുഭവിക്കുന്നവൻ കള്ളനാണ്.